കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികൾ നിരാഹാര സമരത്തിലേക്ക്. തൊഴിലിന് ആവശ്യമായ ഉപകരണങ്ങൾ വേണമെന്ന ആവശ്യം അധികൃതർക്ക് മുന്നിൽ പലതവണ ഉന്നയിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഡിസംബർ 23-ന് നിരാഹാര സമരം നടത്തുന്നത്. ഈ അവഗണനയ്ക്കെതിരെ നിയമ നടപടികളും ശക്തമായ സമര പരിപാടികളും ആരംഭിക്കുമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് റഷീദ് എടേപ്പുറം 12 വർഷത്തിലധികമായി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന തൊഴിലാളികളാണ് നിരാഹാര സമരത്തിനൊരുങ്ങുന്നത്. തൊഴിലിന് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അധികൃതരെ സമീപിച്ചപ്പോൾ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നും അധികൃതരുടെ ഈ നിസ്സംഗത ട്രേഡ് യൂണിയൻ നേതാക്കളെ ബോധിപ്പിച്ചിട്ടും കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്താതിരുന്നതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ സമരത്തിൽ പങ്കെടുത്തു എന്നാരോപിച്ചുകൊണ്ട് 7 ജീവനക്കാരോട് ഇനി മുതൽ തൊഴിലിന് ഹാജരാകേണ്ടതില്ല എന്ന് കളമശ്ശേരി മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞിരുന്നു. ഞങ്ങളെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഈ കണ്ടീന് തൊഴിലാളിയാണ്. ഞങ്ങൾ ഈ ഒരു 12 വർഷക്കാലമായി ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഇതുവരെയുള്ള ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. 377 രൂപക്ക് പോയി ഞങ്ങൾ പണിയെടുത്താണ്. ഇന്നിപ്പോൾ 674 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്നാലും ഞങ്ങൾക്ക് അതിൻ്റെ അത് സംതൃപ്തി ഉണ്ട്. ഞങ്ങൾ ഈ ഒരു സേവനം എന്നുള്ള ചിന്താഗതിയിലാണ് ഞങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾക്ക് മാസ്കും ബൂട്ടും ഷൂ ഒക്കെയാണ് ഞങ്ങൾ ചോദിച്ചോളൂ. ഞങ്ങളവിടെ പെർമനൻ്റ് ആക്കണം, അത് ഇന്നത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ഇത് ചോദിച്ച ഒരു പ്രതിഷേധം നടത്തി എന്നതിൻ്റെ പേരിൽ ഞങ്ങളെ 5-6 പേരെ എല്ലാവരും കൂടി പുറത്താക്കി. ഈ തൊഴിലാളികളിൽ ഒരാളുടെ പിതാവ് മുനിസിപ്പാലിറ്റിയിലെ മുൻ ശുചീകരണ തൊഴിലാളിയും ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ച ജീവനക്കാരനുമാണ്. അതില് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൽ എഴുതിയിട്ടുണ്ട്, അച്ഛൻ്റെ കയ്യിലൊന്നും നഖമില്ല, കൈ മൊത്തം നീല കളറൊക്കെ ആയിട്ട് മാറിയിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എഫ്ഐആറിലും ഉണ്ട്, എഫ്ഐആറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ കളമശ്ശേരി ഡംപിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ്, അതേ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കെ മരണപ്പെട്ടു. ഈ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ സാർമാരോടും കൗൺസിലർമാരോടും ഞങ്ങളുടെ സേഫ്റ്റി വേണം, ഞങ്ങളുടെ ആവശ്യ സാധനങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് പറയുകയും ചെയ്തു. ഇതുവരെ ഞങ്ങൾക്ക് ഒരു സാധനങ്ങളും തന്നിട്ടില്ല. മാസ്കോ ഗ്ലൗസോ ബൂട്ടോ ഒന്നുമില്ല. ബൂട്ട് തരുന്ന 1 വർഷത്തിലൊരിക്കലാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭ്യമാക്കിയിട്ടില്ലെന്നും കളമശ്ശേരി മുനിസിപ്പാലിറ്റി അധികൃതരുടെ മനുഷ്യത്വരഹിതമായ അവഗണനകൾക്കെതിരെ നിയമ നടപടികളും ശക്തമായ സമരപരിപാടികളും നടത്തുന്നതിന്റെ ഭാഗമായാണ് നിരാഹാര സമരം നടത്തുന്നതെന്ന് SDTU ജില്ലാ പ്രസിഡന്റ് റഷീദ് എടേപ്പുറം അറിയിച്ചു. ഡിസംബർ 23-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ തൊഴിലാളികൾ നിരാഹാര സമരം നടത്തുന്നത്. തങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലവട്ടം മുനിസിപ്പൽ അധികൃതരുമായി തൊഴിലാളികൾ സംസാരിച്ചു. ഇവർ വിശ്വസിച്ചിരുന്ന, ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടു. എന്നിട്ടും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനക്കവും ഇല്ലാത്തതിന്റെ കാരണത്താൽ ഈ പറയുന്ന 7ഓളം തൊഴിലാളികൾ STTU എന്ന ട്രേഡ് യൂണിയനിലേക്ക് കടന്നു വരികയും ആ തൊഴിലാളിയുടെ STTUവിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയിൽ പോയി അവിടുത്തെ സെക്രട്ടറിയുമായി സംസാരിച്ചു എങ്കിൽ പോലും അതിൽ നിന്ന് അനുകൂലമായിട്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിന് കാരണത്താൽ മറ്റൊരു ദിവസം മുനിസിപ്പാലിറ്റിയിലേക്ക് ചെറിയൊരു പ്രകടനവുമായി തൊഴിലാളികളും ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരും ചെന്നു. അവിടെ ചെന്ന് ഒരു അരമണിക്കൂറത്തെ സംസാരം കഴിഞ്ഞ് തൊഴിലാളികൾ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം ജോലിക്ക് ചെല്ലുമ്പോൾ മുനിസിപ്പൽ അധികാരികൾ പറയുന്നു, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ STTUവിന്റെ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു വളരെ ധാർഷ്ട്യത്തോടു കൂടി ഈ ആളുകളെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആട്ടിയോടിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കളമശ്ശേരി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,